ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു ഹാൻഡ് വർക്ക് നോക്കാം. സോനാസ് ബ്രൈഡൽ ബുട്ടിക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ റെഫറൻസ് പിക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ തുണിയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാവേ. ഒരു പേപ്പർ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നെക്ക് വിത്ത് കൊടുക്കുന്നത് 3.5 അതേപോലെ നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 6 കേട്ടോ. 6.25 കൊടുക്കുന്നുണ്ട്. ഒരു വി നെക്കാണ് ഞാൻ കൊടുക്കുന്നത്, വൈഡ് വി നെക്കാണ്. അതൊരു ബോക്സാക്കി എടുത്തിട്ട് വി കറക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് വരച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു 1/2 ഇഞ്ച് നല്ല വൈഡ് വി മുകളിൽ നിന്ന് ഡെഡ് എൻഡിലേക്ക് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക്. വൈറ്റ് കളർ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 ബീഡ് എടുത്തിട്ടുണ്ട് മൾട്ടി കളറ്, പിന്നെ 2 mm ഹാഫ് ബീഡ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി തുണി കറക്റ്റായിട്ട് ഫ്രെയിമിൽ ജോയിൻറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് താഴോട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തു. സെൻറ്ററിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നെക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഷോൾഡർ 2.5 കൊടുക്കുന്നുള്ളൂ കേട്ടോ 2 സൈഡിലും. പിന്നെ ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ മാർക്ക് ചെയ്തു, വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. വീഡിയോ പ്ലേ കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് പ്ലേ ആയില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ കറക്റ്റ് അപ്പുറവും ഇപ്പുറവും കറക്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. നമുക്ക് നെക്കിന് എത്രത്തോളം ഇറക്കം വേണോ ചെസ്റ്റിന്, അതേ രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഹാൻഡ് വർക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് കറക്റ്റ് 13.5 ഇഞ്ചിനാണ് കേട്ടോ ഹാൻഡ് വർക്ക് കൊടുക്കുന്നത്. അതോ അപ്പുറവും ഇപ്പുറവും ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത്. ഓരോ ലെയറിനും ഓരോ ഇഞ്ച് ഗ്യാപ്പാണ് കേട്ടോ കൊടുക്കുന്നത് ഞാൻ. സെയിം ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഫുൾ ലെയറിലും ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ നമ്മൾ ഈ ഔട്ട്ലൈൻ ചെയ്യുന്ന ലെയറിൽ നമ്മൾ കട്ട് ബീഡ് വെച്ചിട്ടാണ് കേട്ടോ, വൈറ്റ് കളർ കട്ട് ബീഡ് വെച്ചിട്ടാണ് ലൈന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 ലെയർ വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. 3ാമത്തെ ലെയർ തൊട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കട്ട് ബീഡ് വെച്ചിട്ട് ഔട്ടർ ലൈൻ കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്ത രീതിയിൽ തന്നെ ചെയ്തെടുക്കുവാണേ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. ആദ്യത്തെ ആ ഹാഫ് ബീഡ് വെച്ചിട്ട് ആദ്യം നമ്മൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ട് ആ കട്ട് ബീഡ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഫ്ലവർ ഷേപ്പ് ചെയ്തെടുക്കുവാണ്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് 2 ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ത്രികോണം പോലെ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഒരു ഡിസൈന്. പിന്നെ നമ്മുടെ മൾട്ടി കളർ കട്ട് ബീഡ് വെച്ചിട്ട് 3 ലീഫായിട്ട് ചെയ്യുന്നു. പിന്നെ ഇത് തന്നെ ഫ്ലവർ ലീഫ് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഒരു നിശ്ചിത ഗ്യാപ്പിനനുസരിച്ചോ ഒരുപാട് ഗ്യാപ്പ് കൂടിപ്പോയാൽ ആ ഹാൻഡ് വർക്കിന് ഭംഗി കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ റെഫറൻസ് പിക്കിനകത്തിലുള്ളത് ഒരു ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുണ്ട്. എന്തിനും നമുക്ക് നമ്മുടേതായ വ്യത്യാസങ്ങൾ വരുത്തണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്.
കണ്ടാൽ സിമ്പിളാണെന്ന് തോന്നും, എന്നാൽ അത്രയ്ക്ക് സിമ്പിളല്ല. അപ്പോൾ നമ്മൾ ബീഡ്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല സമയം എടുത്താണ് കേട്ടോ ഈ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്.
ഔട്ട്ലുക്ക് കണ്ടാലോ. ബായോ. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെ ചെസ്റ്റ് മൊത്തം കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ A ലൈൻ മോഡലാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും